പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തുങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ വിചിത്ര ജീവ് എന്ന പാഠഭാഗവുമായിട്ടാണ്. 2ാമത്തെ യൂണിറ്റിലെ ഒരു ഒരു ചിത്രകഥയാണ് വിചിത്ര ജീവ്. ആദ്യത്തെ അധ്യായത്തിൽ ടോമി ഓർ മേം എന്ന ഒരു ചിത്രകഥ നമ്മളെല്ലാവരും പഠിച്ചതാണ് അല്ലേ? റോയ്തി റായിയുടെ ഒരു ചിത്രകഥ ടോമി ഓർ മേം എന്ന് നമ്മൾ പഠിച്ചു. ഇതിപ്പോൾ 2ാമത്തെ യൂണിറ്റിലെ ഒരു ചിത്രകഥയാണ് വിചിത്ര ജീവ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. ചിത്രകഥയുടെ പേര് വിചിത്ര ജീവ്, വിചിത്രമായ ഒരു ജീവി. സുനിതയാണ് ഈ ചിത്രകഥ എഴുതിയിരിക്കുന്നത്. എഴുത്തുകാരുടെ പേര് സുനിത. നോക്കൂ, ചിത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബോളുണ്ട് അല്ലേ? ആ ബോൾ വെച്ച് കുട്ടി കളിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടി കളിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന നോക്കൂ, ഖുഷി ഓർ ബോൾ. ഖുഷി ഓർ ബോൾ. ഖുഷിയും ബോളും. ഖുഷി ഓർ ബോൾ. ഖുഷി ആൻഡ് ബോൾ. ഓക്കെ, ഖുഷി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ പേരാണ്. ഖുഷി ഓർ ബോൾ. ഖുഷിയും ബോൾ. ബോൾ ബോൾ ക്ലിയർ, പന്ത് അല്ലേ? ഓർ എന്ന് തന്നിരിക്കുന്നത് എന്താ? ആൻഡ്, എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഖുഷിയും ബോളും, അതാ ആദ്യത്തെ പേജിൽ നമുക്ക് കിട്ടുന്ന ഒരു സെൻറ്റൻസ്. അപ്പോൾ അവിടെ ഖുഷിയും ഒരു പന്തും ഉണ്ട്. ആ പന്ത് വെച്ച് പെൺകുട്ടി ഖുഷി എന്ത് ചെയ്യുകയാണ്? വളരെ സന്തോഷത്തോടു കൂടി കളിക്കുകയാണ്. കണ്ടല്ലോ, ദേഖേ ബച്ചോ, ഖുഷി ഓർ ബോൾ നദി കെ പാസ് ഖേൽ രഹാ ഥാ. നോക്കൂ, നമ്മുടെ ഖുഷിയും പന്തും എവിടെ നിന്ന് കളിക്കുകയായിരുന്നു? നദി കെ പാസ്. നദി കെ പാസ് എന്ന് വെച്ചാൽ നദിയുടെ തീരത്ത് നിന്ന് കളിക്കുകയായിരുന്നു. വാഹ് വാഹ് കിത്തനാ മസാ. വാ, അടിപൊളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എത്ര രസകരമായിരിക്കുന്നു എന്ന് പറയുകയാണ് നമ്മുടെ ഖുഷി. ആ പന്ത് വെച്ചുള്ള കളി ഖുഷിക്ക് വളരെയേറെ സന്തോഷം നൽകുകയാണ്. ആ സമയം എന്താ പറ്റിയത്? നമ്മുടെ ഖുഷിയുടെ കയ്യിൽ നിന്നും ബോള് നദിയിലേക്ക് ഒഴുകിപ്പോയി. ഇപ്പോൾ ഖുഷിയുടെ കയ്യിൽ നിന്നും പന്ത് മറ്റൊരു ലോകത്തെത്തിയിരിക്കുകയാണ്. ആ നദിയിലെത്തപ്പെട്ടിരിക്കുകയാണ്. നദിയിൽ നമുക്ക് എന്തൊക്കെ കാണാം? നോക്കിക്കോളൂ. അവിടെ ബഗുല നിപ്പുണ്ട്, ഒരു കൊക്കുണ്ട്. പിന്നെയോ മേംഢക്. മേംഢക് തവള, ഫ്രോഗ്. മേംഢക് ഉണ്ട്. കച്ചുവ ടോർട്ടോയ്സ്, ആമയുണ്ട്. പിന്നെയോ ക്രാബ് ഉണ്ട് അല്ലേ? ക്രാബിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? കേക്കട. ഓക്കെ, ഇവർക്കൊക്കെ പുറമെ ഒരു ചിടിയ, ഒരു പക്ഷിയുണ്ട്. പിന്നെയോ ഒരു മച്ചിലിയുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ ബോള് ബഗുലയുടെയും മേണ്ഡക്കിൻ്റെയും കച്ചുവയുടെയും കേക്കടയുടെയും ചിടിയുടെയും മച്ചിലിയുടെയൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ? നോക്കൂ, തുടർന്ന് എന്താ സംഭവിച്ചതെന്ന്. ഖുഷി ഉദാസ് ഹെ. ഖുഷി ഉദാസ് ഹെ. ഉദാസ് മീൻസ് എന്താ? ഗ്ലൂമി, വിഷമത്തിലാണ്, വളരെ സങ്കടത്തിലാണ്. കാരണം എന്താ? ഖുഷിയുടെ പ്രിയപ്പെട്ട ബോളാണ് നദിയിലേക്ക് ഒഴുകിപ്പോയത്. ആ ബോൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ആര്? നമ്മുടെ ഖുഷി. നദിയിൽ പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ്, ഒരു ബോൾ. അപ്പോൾ ഇതുവരെയും നദിയിലുള്ള ജീവികളൊന്നും ഈ ബോളിനെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വസ്തുവിനെ കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു അത്ഭുതം തോന്നാറുണ്ട്. അതുപോലെ നദിയിലെ ബോൾ എത്തപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കൊക്കെ അത്ഭുതം തോന്നി. അപ്പോൾ ക്രാബ്, കേക്കട പറഞ്ഞു, ഏത്തോ ഗോൾ ഹേ. ഇത് ഉരുണ്ടതാണ്, ഗോളാകൃതിയാണല്ലേ. ഏത്തോ ഗോൾ ഹേ. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബഗുല എന്ത് ചെയ്തു? തൻ്റെ ചോഞ്ച് ബീക്ക്, കൊക്ക്, ചുണ്ടുകൊണ്ട് ആ ബോളിലേക്ക് ആഞ്ഞ് കൊത്തി. നോക്കൂ, ചോഞ്ച് ബോൾ മേം ഫംസ് ഗയി. ചോഞ്ച് ചുണ്ട്, ബീക്ക്, ബോൾ മേം ആ ബോളിൽ, ആ പന്തിൽ, ഫംസ് ഗയി കുടുങ്ങി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഗുലയുടെ ചുണ്ട് ആ ബോളിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ നമ്മുടെ ബഗുലയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ചുണ്ട് ബോളിനകത്തിരിക്കുകയാണ് അല്ലേ? അത് കണ്ടപ്പോൾ ബാക്കി കൂട്ടുകാർക്ക് പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഭാഗോ ദോസ്തോ ഭാഗോ, ഏക് വിചിത്ര ജീവ്. ഭാഗോ, രക്ഷപ്പെടൂ. ദോസ്തോ, കൂട്ടുകാരെ, ഭാഗോ, രക്ഷപ്പെടൂ. അയ്യോ കൂട്ടുകാരെ, രക്ഷപ്പെട്ടോളൂ. ഏക് വിചിത്ര ജീവ്, ഇത് ഒരു വിചിത്രമായ ജീവിയാണ്. കൂട്ടുകാരുടെ വിചാരം എന്താ? ബോള് നമ്മുടെ ബഗുലയുടെ ചുണ്ടിലിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ബഗുലയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന തോന്നലായിരുന്നു കൂട്ടുകാർക്ക്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, അയ്യോ രക്ഷപ്പെട്ടോളൂ, കൂട്ടുകാരെ ഓടിക്കോളൂ, ഇതൊരു വിചിത്രമായ ജീവിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ബഗുല ആ പന്തുമായിട്ട് പറന്നു വരികയാണ്. പറന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ബന്ദർ, വാനർ,
വാനരൻ കുരങ്ങൻ അത് കണ്ടു. അപ്പോൾ കുരങ്ങന് അത് പന്താണെന്ന് മനസ്സിലായില്ല. കുരങ്ങൻ പറയുകയാണ്, യഹ് ദാന കഹാം സേ. യഹ് ദാന, ദാന മീൻസ് ധാന്യം, വിത്ത്, ധാന്യമണി എന്നാ കരുതിയത് വാനരൻ. വാനരൻ പറഞ്ഞു, യഹ് ദാന കഹാം സേ. കഹാം സേ എവിടെ നിന്ന്? യഹ് ദാന കഹാം സേ, ഈ ധാന്യം എവിടെ നിന്നാ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് വാനരൻ അല്ലെങ്കിൽ കുരങ്ങൻ കൊക്കിനോട് പറയുകയാണ്, യഹ് മുച്ഛേദോ, ഇതെനിക്ക് തരൂ. യഹ് മുച്ഛേദോ, ഈ ധാന്യം യഥാൻ മുച്ഛേദോ, ഈ ധാന്യം എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് കൊക്കിൻ്റെ ചുണ്ടിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. ആര്? നമ്മുടെ കുരങ്ങൻ, വാനരൻ. വാനർ എന്നും ബന്ദർ എന്നും പറയും. ഓക്കെ, അപ്പോൾ കുരങ്ങൻ ഇങ്ങനെ വലിച്ചെടുത്ത സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? വാനരൻ്റെ കയ്യിൽ നിന്നും ആ ബോള് താഴേക്ക് വീണു. കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് ബോള് താഴേക്ക് വീഴുമ്പോൾ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഒരു കർഷകൻ, ഒരു കൃഷിക്കാരൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ ബോൾ വീണത്. ബോൾ താഴെ വീഴുന്ന ശബ്ദം കേട്ട് ആ കൃഷിക്കാരൻ ഉണർന്നു. പറഞ്ഞു, കിത്തന സുന്ദർ ബോൾ, കിത്തന എത്ര, സുന്ദർ ബോൾ മനോഹരമായ ബോൾ, പന്ത്. എത്ര സുന്ദരമായ പന്ത്, നല്ല പന്ത്. കിത്തന എന്ന് വെച്ചാൽ എത്ര എന്നർത്ഥം. എത്ര സുന്ദരമായ ബോൾ, സുന്ദർ സുന്ദരം മനോഹരം. യഹ് ഫസൽ കി രഘ്വാലി കരേഗ. യഹ് മീൻസ് ബോൾ. ഈ ബോള്, യഹ് എന്ന് വെച്ചാൽ ഇതെന്ന അർത്ഥം. ഇപ്പോൾ കർഷകന്റെ കയ്യിലിരിക്കുന്ന ഇതെന്താ? ബോള്. യഹ് ഫസൽ, ഫസൽ വിളവ് എന്ന. കർഷകനാണ് ഞാൻ പറഞ്ഞു, കിസാനല്ലേ. അദ്ദേഹത്തിൻ്റെ വിളവ്, ആ പാടത്തിലെ വിളവ് രഘ്വാലി കരേഗ, സംരക്ഷിക്കും. കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലേ, വലിയ പാടങ്ങളിലൊക്കെ നോക്കുകുത്തികൾ വെക്കാറുണ്ട് അല്ലേ. ഒരു കൺസേൺ ഉണ്ട്, ആ നോക്കുകുത്തികൾ വയ്ക്കുമ്പോൾ പാടത്തിന് സുരക്ഷ കിട്ടുമെന്നൊക്കെ. പ്രത്യേകിച്ച് എന്താ, പക്ഷികളും മറ്റും വരുമ്പോൾ ഈ രൂപത്തെ കണ്ട് ഭയന്ന് പോകും, ധാന്യമണികളൊന്നും കൊത്താതെ പോകും. അപ്പോൾ പാടത്തെ ഈ നോക്കുകുത്തികൾ സംരക്ഷിക്കും എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കർഷകനും പറയുകയാണ്, എന്താ, ഫസൽ കി രഘ്വാലി കരേഗ, ഇത്, ഈ ബോള് എൻ്റെ പാടത്തെ സംരക്ഷിച്ചോളും. അദ്ദേഹം ആ ബോളെടുത്ത് എന്ത് ചെയ്തു? അവിടെ നോക്കുകുത്തിയായിട്ട് വെച്ചു തൻ്റെ പാടത്തിൽ. ആ സമയം നമ്മുടെ ഖുഷി ഖേത്തിലെത്തി, വയലിലെത്തി, പാടത്തെത്തി. അപ്പോഴോ ഖുഷി തൻ്റെ ബോളിനെ കണ്ടു. അബ് ഖുഷി ഖുഷ് ഹോ ഗയി. അപ്പോൾ ഖുഷി, നമ്മുടെ ഖുഷി ലഡ്കി ഖുഷ് ഹോ ഗയി, സന്തോഷവതിയായിട്ട് മാറി. തൻ്റെ ബോള് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ സന്തോഷം ആർക്കുണ്ടായി? ഖുഷിക്കുണ്ടായി. അപ്പോൾ ഖുഷിയുടെ ബോള് ഖുഷിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എങ്കിലും തിരിച്ചത് ആർക്ക് തന്നെ കിട്ടി? ഖുഷിക്ക് തന്നെ കിട്ടി. ഓക്കെ, കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി ഷെയർ കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനത്തിലേക്ക് പോയാലോ. ആദ്യത്തെ പ്രവർത്തനം രംഗ് ഫരേം ലിഖേം എന്നതാണ്. രംഗ് ഫരേം ലിഖേം. രംഗ് ഫരേം എന്ന് വെച്ചാൽ എന്താ? നിറം കൊടുക്കുക, കളറിറ്റ്. ഓക്കെ, കളർ കൊടുക്കുക. ലിഖേം, അവ എന്താണെന്ന് എഴുതുക. ആദ്യത്തെ പിക്ചർ എന്താ? ഫിഷാണ്, മീനാണ്, മത്സ്യം. മീനിനെ അല്ലെങ്കിൽ മത്സ്യത്തെ ഹിന്ദിയിൽ എന്താ പറയുന്നത്? മച്ഛലി, മച്ഛലി. ഓക്കെ, സെക്കൻഡ് വൺ, രണ്ടാമത്തെ പിക്ചർ എന്താ? ഞണ്ട്, ഞണ്ട്, ക്രാബ് അല്ലേ, ക്രാബ്. ക്രാബിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? പാഠഭാഗത്ത് തന്നെ ഞാനത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു. എന്താ? കേക്കട. എന്താണ്? കേക്കട, കേക്കട, ക്രാബ്. ക്ലിയർ. ലാസ്റ്റ് പിക്ചർ എന്താ? പേഡ്, പേഡ്. പേഡ് മീൻസ് ട്രീ, വൃക്ഷം. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറിന് ആപ്റ്റാവുന്ന കളറുകൾ കൊടുക്കുക. ക്ലിയർ. അടുത്ത പ്രവർത്തനം നോക്കൂ. ഖുഷിക്കോ ലക്ഷ്യ പർ പहुंचाइए. ഖുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമല്ലോ. അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുക. ഖുഷിക്ക് കൃത്യമായിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന്. വീട്ടിലേക്കാണോ, ടോക്കരി ബാസ്ക്കറ്റിലേക്കാണോ, താലാബിലേക്കാണോ എന്ന് നോക്കുക. താഴെ എഴുതണം, ലിഖേം ഖുഷി ഓർ ബോൾ കഹാം ജാ രഹേ ഹൈം. വഴി കാണിച്ചു കൊടുക്കുമ്പോൾ എവിടെ എത്തപ്പെടുന്നത്? താലാബിലേക്കാണ് അല്ലേ. അപ്പോൾ ഖുഷി ഓർ ബോൾ കഹാം ജാ രഹേ ഹൈം. ഖുഷി ഓർ ബോൾ താലാബ് മേ ജാ രഹേ ഹൈം. എങ്ങോട്ടാ പോയത്? താലാബ്, കുളത്തിലേക്കാണ് പോയത്. പാഠഭാഗത്ത് നദി എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ പിക്ചറിൽ വളരെ ഒഴുക്കുള്ള ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നദി എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നദിയും താലാബും കുളവും ഒന്നല്ല. അത് കൂട്ടുകാരെ ഓർക്കുക. നദി അറിയാലോ, നദി, താലാബ്, കുളം. ചിത്ര ദേഖേം ലിഖേം. ചിത്രം നോക്കാം, എഴുതാം.
നമുക്ക് അതിമനോഹരമായ ചിത്രം അല്ലേ? എന്തൊക്കെയുണ്ട്? പേട് വൃക്ഷമുണ്ട്, ബന്ദർ കുരങ്ങുണ്ട്, മേംഢക് മേംഢക് ഫ്രോഗ് ഉണ്ട്, പിന്നെയോ മച്ഛലിയാം മത്സ്യങ്ങളുണ്ട്, ബഗുള കൊക്കുണ്ട്, പിന്നെയോ പൗധെ ചെടികളുണ്ട്, കലിയാം പൂമൊട്ടുകളുണ്ട്, പിന്നെ താലാബ് കുളമുണ്ട് അല്ലേ? ഒക്കെ ഉണ്ട്. അപ്പം അതിന് താഴെയുള്ള ചോദ്യങ്ങൾ നോക്കിക്കോ. യഹ് ക്യാ ഹേ, യഹ് കോൻ ഹേ. ക്യാ മീൻസ് വാട്ട്, എന്ത്. കോൻ ഹു, ആര്. യഹ് ക്യാ ഹേ ഓർ യഹ് കോൻ ഹേ, ഇതാരാകുന്നു, ഇതെന്താകുന്നു. ആ ക്വസ്റ്റ്യൻ വേണം ആൻസർ ചെയ്യാനായിട്ട്. ചിത്രം നോക്കി ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. യഹ് താലാബ് ഹേ. യഹ് ക്യാ ഹേ, യഹ് താലാബ് ഹേ. അത് നോക്കൂ. യഹ് ബന്ദർ ഹേ. യഹ് കോൻ ഹേ, യഹ് ബന്ദർ ഹേ. നോക്കൂ. യഹ് പേड़ है. യഹ് ക്യാ ഹേ, യഹ് പേड़ है. യഹ് मेंढक है. യഹ് कौन है, യഹ് मेंढक है. യഹ് ക്യാ ഹേ, യഹ് पौधा है. പൗധ എന്താ, ചെടി. യഹ് कौन है, യഹ് ബഗുല है. ഓക്കെ അല്ലേ? മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ യഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് എന്നർത്ഥമാണ്. ദിസ് ഈസ് എ ട്രീ, ദിസ് ഈസ് എ മങ്കി, ദിസ് ഈസ് എ ഫ്രോഗ്, ദിസ് ഈസ് എ ക്രൈൻ, ദിസ് ഈസ് എ പോണ്ട്. അതാ യഹ് താലാബ് ഹേ, യഹ് വാനർ ഹേ അല്ലെങ്കിൽ ബന്ദർ ഹേ, യഹ് ബഗുല ഹേ, യഹ് മേംഡക് ഹേ, യഹ് പേഡ് ഹേ. പേഡ് എന്താ, വൃക്ഷം, ട്രീ. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാലോ. താലിക ദേഖേം ചിത്രക്കോ രംഗതേം. താലിക ബോക്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചിത്രക്കോ രംഗതേം, ചിത്രത്തിന് നിറം നൽകുക, ചിത്രത്തിന് നിറം കൊടുക്കുക. ക്ലിയർ? താലിക നോക്കൂ, ബോക്സിൽ നോക്കൂ. കച്ചുവ ടോർട്ടോയിസ്, ആമ. ആമയ്ക്ക് എന്ത് നിറമാണ് കൊടുക്കേണ്ടത്? ഫുര മീൻസ് തവിട്ട് നിറം. ഓക്കെ, തവിട്ട് നിറം. അടുത്ത് നോക്കൂ. മച്ഛലി പീല യെല്ലോ മഞ്ഞ നിറമാണ് മച്ഛലിക്ക് കൊടുക്കേണ്ടത്. മേണ്ഡക് ഹര ഗ്രീൻ പച്ച നിറം നൽകണം. ഫൂലിന് ലാൽ റെഡ്. കൗവ മീൻസ് ക്രോ, കാക്കയ്ക്ക് എന്ത് നിറ കൊടുക്കേണ്ടേ? കാല മീൻസ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ജീവികളുടെ പേര് പഠിച്ചു, അതുപോലെ കുറച്ച് നിറങ്ങൾ രംഗ് പഠിച്ചു. ഫുര, പീല, ഹര, ലാൽ, കാല. ഓക്കെ, ഫുര മീൻസ് തവിട്ട് നിറം, പീല യെല്ലോ, ഹര ഗ്രീൻ പച്ച, ലാൽ റെഡ് ചുവപ്പ്, കാല ബ്ലാക്ക് കറുപ്പ്. ഓക്കെ, നിറങ്ങൾ ഒരിക്കൽ കൂടി. കച്ചുവയ്ക്ക് ഫുര, മച്ഛലി പീല യെല്ലോ മഞ്ഞ, മേണ്ഡക് ഹര തവളയ്ക്ക് പച്ച, ഫൂൽ ലാൽ റെഡ് ചുവപ്പ് നിറം, ഫൂൽ പൂവ് ഫ്ലവർ, കൗവ കാക്കയ്ക്ക് കറുപ്പ് നിറം, കാല. കളർ കൊടുക്കാലോ, കളർ കൊടുത്ത ആ ചിത്രത്തെ വളരെ മനോഹരമാക്കാലോ. ഇനി അടുത്ത് നമുക്ക് 5 വരെയുള്ള എണ്ണൽ സംഖ്യ നമ്പർ ഗിനത്തി പഠിക്കാം. ഓക്കെ, ഏക് മീൻസ് 1, 2 2, 3 3, 4 4, 5 5. ഓക്കെ, 1 2 3 4 5. ക്ലിയർ? ഇവിടെ നോക്കിക്കോളൂ. ഏക് തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട് അല്ലേ? അതിനടുത്തത് ഏക് ബന്ദർ, ഒരു കുരങ്ങൻ. ഏക് ബന്ദർ. 2 കച്ചുവ എന്നായിരുന്നുവെങ്കിൽ ആമ. കച്ചുഎ ആമകൾ. 2 കച്ചുഎ 2, 2 കച്ചുഎ 2 ആമകൾ. ബഗുല കൊക്ക്. ബഗുലെ കൊക്കുകൾ. यहाँ कितने बगुले हैं? यहाँ 3 बगुले हैं. ഇവിടെ 3 കൊക്കുകളുണ്ട് അല്ലേ? അപ്പോൾ 3 എന്ന് അവിടെ എഴുതുക. 3 ബഗുലെ. ബഗുല എന്ന് എഴുതില്ല, കാരണം അവിടെ ഒരു കൊക്കല്ല ഉള്ളത്, ഒന്നിലധികം കൊക്കുകളുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ബഗുലെ എന്ന് പറയുന്നത്, ബഹുവചനമാണത്. ക്ലിയർ? അടുത്തത് നോക്കൂ. മച്ഛലി ഫിഷ്, മീൻ. മച്ഛലിയാം മീനുകൾ. ക്ലിയർ?
चार मछलियाം, चार मछलियाം, 4 മത്സ്യങ്ങൾ അല്ലെങ്കിൽ 4 മീനുകൾ. ക്ലിയർ? അടുത്ത് നോക്കൂ, ഫൂൽ. ഫൂൽ എന്ന് വെച്ചാൽ ഫ്ലവർ എന്നാണ്. ഫ്ലവറിൻ്റെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഫൂൽ എന്ന് തന്നെയാണ്. ക്ലിയർ? പൂക്കൾ എന്ന് പറയുന്നതും പൂവെന്ന് പറയുന്നതും ഫൂൽ എന്ന് തന്നെയാണ്. ഓക്കെ. പാഞ്ച് ഫൂൽ, പാഞ്ച് ഫൂൽ. ഓക്കെ. അപ്പോൾ ഗിനത്തി ഒരിക്കൽ കൂടി, 1 2 3 4 5. ഓക്കെ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. പച്ചാനേം ഖംഫാഫരേം മനസ്സിലാക്കിയിട്ട് ആ ബോക്സ് ഫില്ല് ചെയ്യാനാ. നോക്കൂ, സുബഹ്, ചിടിയ, തിൻക, ഖർ, കലിയാം, പേഡ്, രാത്, ധൂബ്, ഖുഷി. കണ്ടല്ലോ, കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ച, ക, ത, ര, സ, പ, ഖ, ഖ, ധ ഇങ്ങനെ അക്ഷരങ്ങളും തന്നിട്ടുണ്ട്. ആദ്യത്തെ ലൈനിൽ എന്താ, ചായയുടെ നേർക്ക് ചിടിയ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ ബോക്സിൽ നിന്ന് ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന വാക്കുകൾ എഴുതുക. ച ചിടിയ, ക കലിയാം, ത തിൻക, ര രാത്ത്, സ സുബഹ്, പ വരുന്നത് പേട്, ഖ ഖർ, ഇഖ എന്താ ഖുഷി, ധ ധൂബ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.